എനിക്കറിയില്ല വന്നോ ഇല്ലയോ എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിക്കൊണ്ട് വരണമെന്ന്. അങ്ങനെയാണോ പറഞ്ഞത്? ഓ ഞാൻ നോക്കി രണ്ടോ ഇടപാടാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് സൂപ്പറായിരുന്നു. എന്നാലും പിന്നെ തലേദിവസം ഞാൻ ചെറുപാലം കഴിച്ചിട്ട് കിടന്നാൽ പോരായിരുന്നു. പരീക്ഷയ്ക്കോ? ഞാനൊക്കെ ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു. എങ്ങനെ ഒപ്പിച്ചോ നീ? 75 മൂന്ന് ഞാൻ കോപ്പി അടിക്കാൻ ഞാൻ കെമിസ്ട്രിയുടെ കൊണ്ടിരുമ്പോ അന്ന് ബയോളജി അത് കാണട്ടെ എന്തിനാ തന്നെ വെട്ടി കളയുന്നു. അന്ന് ഞാൻ മനസ്സിലാട്ടെ നീ ഇത് പേപ്പർ കാട്ടിട്ടേ ഷൈൻ ചെയ്തോ? ഞാൻ ഒപ്പിടത്തില്ല സൈനാണോ? മാർക്ക് കുറവായതുകൊണ്ടാണ് ഈ സൂര്യ എഴുതി വെച്ചേക്കുന്നത്. ഇതിനാണ് പഴുതാരം കൊണ്ടുപോയി ഞാൻ അച്ഛനിട്ട് സാർ സമ്മതിക്കിട്ടാ ഇല്ല. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ ഞാൻ പറയാൻ പറ്റുള്ളൂ പറഞ്ഞ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ നിശബ്ദത കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ കേൾക്കാത്? പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും. 5 ദിവസം കഴിഞ്ഞ് എത്തുക. ഇത് യൂണിഫോം കഴിയുന്നു ബുധനാഴ്ചയായിരുന്നല്ലേ? അതൊന്നും മറന്നുപോയി. അപ്പൊ നമുക്ക് അങ്ങോട്ട് എടുക്കാം. 5 വിഷയം കൊണ്ടാണ് വന്നേക്കുന്നത്. തിരികെ ശരിയാണ്. അഖിലുണ്ടോ? ജീവനുണ്ടോ? എന്നെ പിന്നെ ഇവിടെ വന്നിരിക്കുമോ? ജീവനുണ്ടോ ഈ ക്ലാസ്സിലെ? ജീവന്റെ അച്ഛൻ എങ്ങനെയുണ്ട്? ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കും. അതെന്തുകൊണ്ടോ? നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം. സഞ്ജിത എന്റെ ഇട്ടോണ്ട് വന്നാണോ? അത് ടൂർ പോയി കൊടുത്തില്ല. വരുമുണ്ടോ? വരുന്നില്ല. 4,500 ഉള്ളൂ. ടൂറിന് പോയി വരുന്നുണ്ടോന്ന് വെച്ചേ അന്ന് അത് പറയണം. എന്നാലും 2 പേരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്. അതിന്റെ അച്ഛൻ വന്നോടാ. അതിന്റെ അച്ഛൻ വന്നു. പിന്നെ രാവിലെ അച്ഛൻ വൈകിട്ട് വെച്ചില്ലേ? എന്റെ അച്ഛൻ ഗൾഫില്ലല്ലോ. എന്റെ അച്ഛൻ ഗൾഫില്ല. ഇവന്റെ അച്ഛനാ ഗൾഫില്. ഇത് വീണുപണി എന്തോ മോനെ? വാർപ്പ് കഴിഞ്ഞ് ഇനി തല വെച്ചാൽ മതി. വാർപ്പ് കഴിഞ്ഞു. നമുക്ക് അടുക്കള അതിന് കെട്ടുന്ന മേച്ചിരിയോ കെട്ടുന്ന പേരാണ്. ശരി ശരി അവിടെ ഉണ്ടായി. അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തുവായിരുന്നു പറഞ്ഞിരിക്കണം? സാറിനോട് എന്തോ വിഷയമായിരുന്നു? എവിടെ കേട്ടറിയോ? പോയിട്ട് ആ സ്റ്റാഫ് റൂമിലൂടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാര നിനക്ക് വിഷയം അറിയാമോ? എന്തോ അതല്ലേ ആ ഓപ്പറേഷൻ വിഷയം പറഞ്ഞിട്ടില്ല. നീ വരാൻ നോക്കിയിരിക്കുന്നു. അറിയാമോ വിഷയം? ഞാൻ പറഞ്ഞിട്ടില്ല. കൈ കാട്ടുന്നുണ്ട്. ഏതെങ്കിലും ടീച്ചർ ഒന്ന് ഗ്രാമം എടുത്തായിരുന്നു? ഞങ്ങൾ കണ്ടില്ല. ഗ്രാമം മലയാളത്തിലെ ഗ്രാമം എടുത്തോ? അങ്ങനെ ഇന്ന് നമുക്ക് ഗ്രാമം പഠിക്കാം. കർത്താവ്, കർമ്മം, ക്രിയ. രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് പറയുന്നേട്ട് രാമുവിനെ പശു തൊഴിച്ചു. ഇതിനകത്ത് കർമ്മം എവിടെ? രാമുവിന്റെ വീട്ടിൽ വളർത്തിട്ട് തന്നെ നടക്കും. കർമ്മമെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചു. തൊഴിച്ചെന്നോ? പറഞ്ഞു മനസ്സിലായോ? ഈ തൊഴിക്ക് പറയുന്ന കർമ്മമെന്ന്. കർമ്മത്തിന്റെ ഗ്രഹണം ഇവരോട് അറിയാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. പറയുന്നതൊന്നും കേൾക്കുന്നു. അതിനപ്പുറത്ത് സംസാരിച്ചോ? കേൾക്കാനുള്ള ലക്ഷണം പറയണം. അറിയുക
ആ നാല് കാലുണ്ട്, നാലിനെ പോലെ കൊമ്പുണ്ട്. അത് കേക പിന്നെ കേരളല്ല കേക കേക നീ എഴുന്നേറ്റ് പറ ഈ പാസ് വിട്ടോടാ. കേക ലക്ഷം പറ ഒന്നും രണ്ടും രണ്ടും എന്നെ കൊണ്ട് ഒന്നും രണ്ടും പറയിപ്പിക്കാതെ പറയാൻ മൂന്നും രണ്ടും എടുത്തു ആ 14 6 വേണം. വേണം ഒരുത്തറിന്റെ കേകയാ. ആ എന്റെ അനന്തു നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ. നിനക്ക് ഈ തുടക്കം കറക്റ്റാ, ഒടുക്കം കറക്റ്റാ. സെന്റർ ക്ലിയർ ചെയ്തോ? അതെന്താ അവിടെ ചെയ്യാത്തതെന്താ? അത് ഞാൻ